CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണയ്ക്കും പിണറായി വിജയനും കുരുക്കായി ശശിധരൻ കർത്തയുടെ മൊഴി. പിണറായി വിജയനുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് വീണയ്ക്ക് കരാർ നൽകിയതെന്ന് ശശിധരൻ കർത്ത പറഞ്ഞു. ഐഫോൺ പ്രോ മാക്സിൽ വീണ വ്യാജരേഖ നിർമ്മിച്ചെന്നും ED മാസപ്പടി കേസിൽ 12 പ്രതികളുടെ 29 കോടി രൂപയും ED മരവിപ്പിച്ചു. അതേസമയം എല്ലാ മാധ്യമ സൃഷ്ടിയാണെന്ന് പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തി. നൽകാത്ത സേവനത്തിന്റെ ഇൻവോയ്സ് വീണ നിർമ്മിച്ചത് ഐഫോൺ പ്രോമാക്സിലായിരുന്നു. വ്യാജ IT സേവനത്തിന്റെ കരാറും ഫോണിൽ നിന്ന് കണ്ടെത്തി. വീണയുടെ വീട്ടിൽ നിന്നും ഐഫോണിന് പുറമെ ചുവന്ന കവറുള്ള ഡയറിയും ലഭിച്ചിട്ടുണ്ട്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ED നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത്. IT സേവനങ്ങൾക്കായി എക്സാലോജിക്കിനെ ഒഴിവാക്കി ആക്നാറ്റ് ടെക്നോളജീസ് എന്ന സ്ഥാപനത്തെ IT സേവനങ്ങൾക്ക് ചുമതലപ്പെടുത്തിയത് എക്സാലോജിക്കിന് വൻ സാമ്പത്തിക നേട്ടമായിരുന്നു. വീണയുടെ സഹ ഉടമസ്ഥതയിൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനിയുള്ളതും ED കണ്ടെത്തി. വീണയുടെ 16.5 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് CMRLന് ഒരു സേവനവും നൽകിയിട്ടില്ല. പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ അടുപ്പത്തിലായിരുന്നു മകൾ വീണയുടെ കമ്പനിയുമായി IT സേവന കരാർ ഉണ്ടാക്കിയതെന്നും പണം കൈമാറിയതെന്നും ശശിധരൻ കർത്ത EDക്ക് മൊഴി നൽകി. എന്നാൽ എല്ലാം മാധ്യമ സൃഷ്ടിയെന്നായിരുന്നു ഇതു സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതികരണം. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനി താങ്കളുടെ മകളുടെ പേരിലുണ്ടോ എന്ന ആവർത്തിച്ചുള്ള ചോദ്യത്തിന് കമല ഇന്റർനാഷണൽ വിട്ടോ എന്നായിരുന്നു പിണറായി വിജയന്റെ മറുപടി. 2024 ഏപ്രിലിൽ വീട്ടിൽ വെച്ചായിരുന്നു ശശിധരൻ കർത്തയുടെ ചോദ്യം ചെയ്യൽ. മാസപ്പടി കേസിൽ 12 പ്രതികളുടെ 29 കോടി രൂപയുടെ സ്വത്തുക്കൾ ED മരവിപ്പിച്ചിട്ടുണ്ട്. ശശിധരൻ കർത്തയുടെയും കുടുംബാംഗങ്ങളുടെയും 26 കോടി രൂപയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. സ്വത്തുക്കളുടെ മരവിപ്പിക്കൽ നടപടിക്ക് അംഗീകാരത്തിനായി ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. വീണയ്ക്ക് പുറമെ പിണറായി വിജയനെ കൂടി EDയുടെ ചോദ്യമുനയിലേക്ക് എത്തിക്കുന്നതാണ് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ലേക്കർ ഇന്ത്യ എന്ന വീണയുടെ സഹ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തെക്കുറിച്ചും അന്വേഷണം ശക്തമാണ്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.